EPFO 3.0 വഴി കോടിക്കണക്കിന് ജീവനക്കാർക്ക് സന്തോഷ വാർത്ത. ഇനി മുതൽ PF പണം ATM-ൽ നിന്ന് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? ജോലി മാറുമ്പോൾ PF ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള തലവേദനയ്ക്ക് EPFO മുഴുവനായി ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്. അപ്ലൈ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു എമൗണ്ട് എങ്ങനെയാണ് നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്? നിങ്ങളുടെ PF അക്കൗണ്ട് ഇനി മുതൽ ഒരു ഡിജിറ്റൽ വാലറ്റായി മാറുന്നുണ്ടോ? നിങ്ങൾ ഉടൻ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ഓരോ മാസവും നിങ്ങളുടെ സാലറിയിൽ നിന്ന് PF എന്നൊരു എമൗണ്ട് വിഡ്രോ ചെയ്യപ്പെടുന്നുണ്ടോ? അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഏപ്രിൽ 1 മുതൽ നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികളുടെ ലൈഫ് ലൈനായ EPFO കംപ്ലീറ്റ് ആയി മാറിയിരിക്കുകയാണ്. ഇതിനെ EPFO 3.0 എന്നാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് PF-ൽ നിന്ന് പണം എടുക്കുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല. ഇന്നത്തെ വീഡിയോയിൽ പുതിയ സിസ്റ്റത്തിൽ വന്ന 5 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾഡ് റൂൾ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് ചേഞ്ച് ആയത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ആദ്യത്തെ മാറ്റമാണ് ഓട്ടോമാറ്റിക് PF ട്രാൻസ്ഫർ. മുൻപ് നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ജോബ് ചേഞ്ച് ചെയ്യുമ്പോൾ പഴയ കമ്പനിയിലെ PF എമൗണ്ട് പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫോം 13 ഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇൻ കേസ് നമ്മൾ ഓൺലൈനായി അപ്ലൈ ചെയ്താലും അത് പഴയ കമ്പനി അപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ കമ്പനി അത് അക്സെപ്റ്റും ചെയ്യേണ്ടതുണ്ട്. ഇൻ കേസ് ഇതിനോടകം തന്നെ നിങ്ങളുടെ UNI നമ്പർ ലിങ്ക് ആയിട്ടില്ലെങ്കിൽ മാസങ്ങളോളം നിങ്ങൾ ഇത് ചേഞ്ച് ആക്കുന്നതിനായി ആ ഒരു കമ്പനിയിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇത് കാരണം പലരുടെയും പണം പഴയ അക്കൗണ്ടിൽ തന്നെ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇനി മുതൽ ആ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മുതൽ ആധാർ കാർഡും UAN നമ്പറും ലിങ്ക് ചെയ്താൽ മതിയാകും. ഇൻ കേസ് നിങ്ങൾ ജോലി ചേഞ്ച് ചെയ്താലും നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ നൽകാതെ തന്നെ നിങ്ങളുടെ പഴയ PF എമൗണ്ട് പുതിയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പുതിയ കമ്പനിയിലേക്ക് മാറുമ്പോൾ അവിടെ ശരിയായ UAN നമ്പർ നൽകുക എന്നത് മാത്രമാണ്. ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു വലിയ റിലീഫാണ്. കാരണം പലരും ഒരു കമ്പനിയിൽ തന്നെ സ്ഥിരമായി ജോലി ചെയ്യില്ല. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പുതിയ ജോലിയായി മാറുമ്പോൾ ഈ ഒരു PF ആ ഒരു അക്കൗണ്ടിലെ എമൗണ്ട് മറ്റൊരു പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇനി മുതൽ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. രണ്ടാമത്തെ മാറ്റമാണ് ഫാസ്റ്റ് സെറ്റിൽമെന്റ്. നമ്മുടെ PF അക്കൗണ്ടിൽ പണം ഉണ്ടായിട്ടും ആവശ്യമുള്ള സമയത്ത് നമുക്കത് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്നാൽ ഈ പ്രശ്നവും EPFO പരിഹരിക്കാൻ പോവുകയാണ്. മുൻപ് നമ്മൾ PF ക്ലെയിം ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്താൻ ഏകദേശം 7 മുതൽ 15 ദിവസത്തെ സമയം ആവശ്യമായി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഡോക്യുമെന്റ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 30 ദിവസം വരെ അത് ഡിലേ ആവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ EPFO അവരുടെ IT സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. പുതിയ സോഫ്റ്റ്വെയർ വഴി ടെക്നോളജി തന്നെ ക്ലെയിം വളരെ വേഗത്തിൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ആ ഒരു PF എമൗണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത് 24 മണിക്കൂറിനും 3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ആ ഒരു തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. മുൻപ് ഇത് 7 ദിവസം മുതൽ 15 ദിവസം വരെ ആയിരുന്നു. ഇപ്പോൾ കുറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ തന്നെ ആ ഒരു തുക നമ്മളുടെ കയ്യിൽ എത്തുന്നു. ഇൻ കേസ് നമ്മളുടെ എമർജൻസി സമയത്ത് ഈ ഒരു പണം ആവശ്യമായി വരുമ്പോൾ ഇത്തരത്തിൽ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ നമുക്ക് വളരെ വേഗത്തിൽ നമ്മളുടെ പണം ലഭിക്കുകയും നമ്മളുടെ ആവശ്യങ്ങൾക്കായി ആ ഒരു പണം ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. മൂന്നാമത്തെ മാറ്റമാണ് ഹയർ ഓട്ടോ സെറ്റിൽമെന്റ് ലിമിറ്റ്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യം വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹ ആവശ്യം വന്നാലും നമുക്കൊരു വലിയ എമൗണ്ട് ആവശ്യമായി വരുന്നു. ഇതിനുവേണ്ടി EPFO ഒരു വലിയ അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ്. EPFOയിൽ ഓട്ടോ സെറ്റിൽമെന്റ് എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. അതായത് ഒഫീഷ്യൽ ഇന്റർവെൻഷൻ ഇല്ലാതെ സോഫ്റ്റ്വെയർ തന്നെ നമ്മളുടെ പണം റിലീസ് ചെയ്യുന്നു.
മുൻപ് 1,00,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഒഫീഷ്യൽസിന്റെ അപ്രൂവൽ വേണമായിരുന്നു. അപ്പോൾ ആ ഒരു തുക ലഭിക്കാൻ കൂടുതൽ ഡിലേ ആവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു ലിമിറ്റ് 1,00,000-ൽ നിന്ന് 5,00,000 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ആവശ്യങ്ങൾക്കോ എന്തിനെങ്കിലുമായി ഒരു വലിയ തുക എമർജൻസിയായി ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ 5,00,000 രൂപ വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇത് EPFOയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ്. നാലാമത്തെ മാറ്റമാണ് നോ പേപ്പർ വർക്ക്. പലർക്കും PF ക്ലെയിം റിജക്ട് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരുടെ ബാങ്ക് പാസ്ബുക്കിലെ ഫോട്ടോ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചെക്കിലെ പേരില്ലാത്തത് കൊണ്ടോ ആയിരിക്കും. അതെ, ഇതുവരെ ഓരോ വിഡ്രോവൽ സമയത്തും ബാങ്ക് പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജോ അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയോ വേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ തന്നെ നമ്മളുടെ ആ ഒരു ക്ലെയിം റിജക്ട് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇനി മുതൽ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ആയതും ആധാർ വഴി ബാങ്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതും മതിയാകും. ഇനി മുതൽ ചെക്കോ അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് ഫോട്ടോ മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ ക്ലെയിം റിജക്ട് ആവുമെന്ന ടെൻഷൻ ഇനി മുതൽ വേണ്ട. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ലൈഫിൽ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പ്രതിമാസം വെറും 595 രൂപ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവർ നേടാൻ സാധിക്കും. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ വർഷം 15% ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം 15% ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിമുകൾക്ക് 3 മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടി. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. അത് മാത്രമല്ല സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റിലൂടെ നിങ്ങൾ അടച്ച 100% പ്രീമിയവും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു, ഒരു കോസ്റ്റും നൽകാതെ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ATM ആൻഡ് UPI വിഡ്രോവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണിത്. ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ PF പണം ബാങ്ക് അക്കൗണ്ടിൽ മാത്രം വരുമെന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷെ ഇനി മുതൽ EPFO 3.0 പ്രകാരം സർക്കാർ PF പണം ATM അല്ലെങ്കിൽ UPI വഴി നേരിട്ട് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം. ഇത്തരത്തിൽ ഒരു മാറ്റത്തിലൂടെ നിങ്ങളുടെ PF അക്കൗണ്ട് നിങ്ങളുടെ സേവിംഗ് അക്കൗണ്ട് പോലെ വളരെ ഈസിയായി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ചെറിയ എമർജൻസി ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ATM-ൽ പോയി നേരിട്ട് പണം എടുക്കാനും സാധിക്കും. UPI വഴി പേയ്മെന്റ് ചെയ്യാനുള്ള സംവിധാനം വരാനും സാധ്യതയുണ്ട്. ഇതിനായി ചില ടെക്നിക്കൽ അപ്ഡേറ്റ് ഇനി വരാനുണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ PF അക്കൗണ്ട് ഒരു ഡിജിറ്റൽ വാലറ്റായി മാറാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ അതും നമുക്കൊരു വീഡിയോ ചെയ്ത് അത് നിങ്ങളിൽ എത്തിക്കാനും ഞങ്ങൾ പ്രത്യേകം ശ്രമിക്കാം. ഞാൻ മുകളിൽ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തിരിക്കണം. നിങ്ങളുടെ UNA നമ്പർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ആധാർ കാർഡ് UNA നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ KYC ഡീറ്റെയിൽസ് പൂർണ്ണമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഈ ഒരു 3 കാര്യം നിങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പുതിയ റൂളിലൂടെ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം വളരെ കൃത്യമായി നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. EPFOയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് PF അക്കൗണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും PF അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.